സെൻട്രൽ സ്റ്റേഡിയത്തിൽ നമ്മൾ MLA മാരെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൂടെയുള്ള പെരിന്തൽമണ്ണയിൽ നിന്നുള്ള നജീബ് കാന്തപുരമാണ്. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന വിജയത്തിന്റെ സ്വഭാവത്തിലല്ല ഇത്തവണ വിജയിച്ചിരിക്കുന്നത്. അതിന്റെ ഇരട്ടി മറികടന്ന് വീട്ടിൽ വൻ ഭൂരിപക്ഷം ഉണ്ടാക്കുന്നു. അത് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ആനുള്ള പ്രവർത്തനം കഴിഞ്ഞ 5 വർഷക്കാലം പെരിന്തൽമണ്ണയിൽ എങ്ങനെ പ്രവർത്തിക്കണമെന്നൊരു ഡിസൈൻ ഉണ്ടാക്കി പ്രവർത്തിച്ച MLA ആണ്. അതിനെക്കുറിച്ച് പറഞ്ഞു ആദ്യം ആ കിട്ടിയ വൻ വിജയത്തെ. അല്ല, ഞാൻ എപ്പോഴും ഈ 38 വോട്ടിന്റെ ഒരു പരാധീനതയിൽ നിന്നൊരു MLA ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും എൻ്റെ മനസ്സിലൊരു കാര്യം ഉണ്ടായിരുന്നു. നമ്മൾ ജനങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതൊന്നും വെറുതെ ആവില്ല എന്നുള്ള ഒരു ബോധ്യം. ആ ബോധ്യത്തിന് പ്രത്യേകത കൂടെ ഉണ്ട്. ഇപ്പോൾ ഞാൻ അവിടെ ചെയ്തതൊരു ഭരണപക്ഷത്ത് നമുക്ക് നിൽക്കുന്ന കാലത്ത് പോലും ചെയ്യാൻ കഴിയാത്ത തരത്തിലുള്ള ചില കാര്യങ്ങളായിരുന്നു. വളരെ എൻ്റയർലി ഡിഫറെൻ്റ് ആയ ഒരു അപ്രോച്ച് നമ്മൾ കൊണ്ടുവന്നു. വികസനത്തെക്കുറിച്ച് ഒരു പരിപ്രേക്ഷ്യം നമ്മൾ കൊണ്ടുവന്നു. ഞാൻ വികസനത്തെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങിയത് തന്നെ വികസനം എന്ന് പറയുന്നത് കേവലം റോഡും പാലവും മാത്രമല്ല. വിഷ്ണുനാഥും ഉണ്ട്. അപ്പോൾ വെറും റോഡും പാലവും അല്ല വികസനം. വികസനം എന്ന് പറഞ്ഞാൽ മനുഷ്യനെ എങ്ങനെ എംപവർ ചെയ്യാൻ പറ്റും, അതാണ്. അപ്പോൾ നമ്മൾ മനുഷ്യരെ എംപവർ ചെയ്യണമെങ്കിൽ അതിലേറ്റവും പ്രധാനപ്പെട്ട ടൂൾ എന്താണ്? അപ്പോൾ ഞാനത് എഡ്യൂക്കേഷനിൽ ഫോക്കസ് ചെയ്തു. അങ്ങനെയാണ് ക്രിയ എന്ന് പറയുന്ന പ്രോജക്റ്റ് ജനിക്കുന്നു. അതിൻ്റെ വളണ്ടിയേഴ്സായിട്ട് 100 ബ്രിഗേഡ്സ് എന്ന് പറഞ്ഞിട്ട് കുട്ടികളുടെ ഒരു സംഘം വരുന്നു. ആ സംഘത്തിൻ്റെ ആശയത്തിൽ നിന്ന് ഞങ്ങളൊരു ഗ്രാജുവേറ്റ് മീറ്റ് നടക്കുന്നു. ആ ആശയത്തിൽ നിന്ന് ഞങ്ങൾ IAS അക്കാഡമി സ്വപ്നം കാണുന്നു. അങ്ങനെ 4 വർഷം കൊണ്ട് 108 പേര് സെൻട്രൽ സ്റ്റേറ്റ് സർവീസിലേക്ക് പോകുന്ന തരത്തിലേക്ക് ഒരു വിസ്മയം തീർക്കാൻ കഴിയുന്നു. അപ്പോൾ ഇത് ഒരു റോഡ് മാപ്പാണ്. ഞാനിപ്പോഴും ഞങ്ങളെ പുതിയ ജൂനിയർ MLA മാരോടൊക്കെ പറയുന്നൊരു കാര്യം, നമുക്കൊരു ശക്തമായ ഒരു നിശ്ചയദാർഢ്യവും ഒരു പ്രവർത്തിക്കാനുള്ള സന്നദ്ധതയും ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ സാധ്യമാണെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പലപ്പോഴും വിദ്യാഭ്യാസത്തെക്കുറിച്ച് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് തന്നെ പാർട്ടി UDFൻ്റെ നേതാക്കന്മാരും പ്രവർത്തകരൊക്കെ ചോദിക്കും, ഇതൊക്കെ വോട്ടാകുമോ? കാരണം ഇത് റിലേറ്റ് ചെയ്യുമോ? നമ്മളിപ്പോൾ ക്രിയനെക്കുറിച്ച് പറയുന്നു, എഡ്യൂക്കേഷനെ കുറിച്ച് പറയുന്നു, വിദ്യാഭ്യാസത്തെക്കുറിച്ച് സംസാരിച്ച് നമ്മൾ സാധാരണ ഒരു പരമ്പരാഗത രീതിയിലെ സംഗതിയല്ലല്ലോ. പക്ഷെ ഞാൻ ഉറപ്പിച്ച് പറയാം, 38-ൽ നിന്ന് ഞാൻ 32,800 വോട്ടിലേക്ക് ഉയർന്നതിന് പിറകിൽ ഈ ഒരൊറ്റ പ്രോജക്റ്റാണ്. കാരണം അത് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. എനിക്ക് കൃത്യമായിട്ട് എൻ്റെ മനസ്സിലെ ആശയം അവരുമായിട്ട് പങ്കുവെക്കാൻ കഴിഞ്ഞു. ആ പങ്കുവെച്ച ആശയം അവരെ കൃത്യമായി ബോധ്യമാവുകയും ചെയ്തു. അതുപോലെ ഞങ്ങളവിടെ വളരെ വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് പ്രോജക്റ്റുകൾ കൂടി കൊണ്ടുവന്നു. ഒന്ന്, നിഷാദിന് അറിയായിരിക്കും, കോളനി എന്ന പദം മാറ്റുന്നതിന് വേണ്ടി ഒരു സാമൂഹ്യ ഇടപെടൽ നടത്തിയത് ഒരു മുസ്ലിം ലീഗിൻ്റെ MLA ആണ്. അത് ഞാനായിരുന്നു. അന്ന് അവസാനം എൻ്റെ ആ ഫയലിലാണ് രാധാകൃഷ്ണൻ മിനിസ്റ്റർ സ്ഥാനം ഒഴിയുമ്പോൾ ഒപ്പുവെച്ചത്. അപ്പോൾ അത് തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ എൻ്റെ നാട്ടിലൊരു പ്രോജക്റ്റ് ആരംഭിച്ചു. അതിൻ്റെ പേര് സദ്ഗ്രാമം എന്നായിരുന്നു. കോളനി എന്ന പദം എല്ലാ രേഖകളിൽ നിന്നും ആദ്യം ഞങ്ങൾ ഒഴിവാക്കി. അതിനുശേഷമാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് തീരുമാനിക്കുന്നത്. അന്ന് നമ്മൾ കൊണ്ടുവന്നൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു സഹായമില്ലാതെ നമ്മളെല്ലാ കോളനികളെയും ശരിക്കും നമ്മളൊരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിലെ കുട്ടികളെ വെച്ചിട്ട് കൃത്യമായിട്ട് ഞങ്ങളൊരു സർവേ നടത്തി 358 കോളനികൾ ലൊക്കേറ്റ് ചെയ്തു. അവിടെ മുഴുവനും 4 പില്ലറുകൾ ഞങ്ങൾ കൊണ്ടുവന്നു. എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഹൈജീൻ, അതുപോലെ തന്നെ സ്കിൽ ഡെവലപ്മെൻറ്റ്. അതിൽ എഡ്യൂക്കേഷൻ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ പോവാണ്. അതോടൊപ്പം സ്കെയിലപ്പ് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് കൊണ്ടുവന്നു. അപ്പോൾ അങ്ങനെ വളരെ പ്ലാൻഡ് ആയിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലം കൂടിയാണ് വലിയ വിജയം നേടാൻ കഴിഞ്ഞത്. അപ്പോൾ